പ്രിയമുള്ളവരെ, ആത്മകഥകൾ പലരുടേതും ഇറങ്ങാറുണ്ട്. അതൊക്കെ ഇറങ്ങി കമ്പോളത്തിൽ പുസ്തകം എത്തിയതിന് ശേഷമാണ് ചിലർക്കൊക്കെ എരിച്ചിലും പുളിച്ചിലും തേട്ടലുമൊക്കെ ഉണ്ടാവാറുള്ളത്. എന്നാൽ വിശ്വാസപൂർവം എന്ന പേരിലുള്ള വിശ്വോത്തര പണ്ഡിതനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ AP ഉസ്താദിന്റെ ആത്മകഥ പുറത്തിറങ്ങി അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ തുറകളിൽ അനധികൃതമായി തിരിഞ്ഞവർക്കൊക്കെ പൊള്ളലേറ്റിരിക്കുകയാണ്. അവരൊക്കെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വായിച്ച് ആകെ അരിശം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഈ ദുന്യാവിൽ നിന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ബോധം മുസ്ലിമായ മനുഷ്യനുണ്ടാവണം. ഭൗതിക അധികാരത്തിന്റെ പേരിൽ ശമ്പളം തന്ന് തന്നെ നിർത്തിയ ഒരു ജോലി ചെയ്യുമ്പോൾ പാക്ഷികമായി പെരുമാറരുത്, അതിൽ വ്യക്തിവിദ്വേഷം ഉണ്ടാവാൻ പാടില്ല എന്നത് കർക്കശമായും ഭരണഘടനാപരമായും പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ചിലർക്ക് ചിലരോടുള്ള ദേഷ്യം തീർക്കാൻ അവരുടെ മുമ്പിൽ ഒരു പ്രതിയെ കിട്ടിയാൽ, അല്ലെങ്കിൽ പ്രതിയാക്കാൻ വേണ്ടി പറ്റുന്ന ഒരാളെ കിട്ടിയാൽ പ്രതിയാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഇമേജ് ഇടിച്ചു താഴ്ത്തുക എന്നുള്ളത് ലോകത്ത് പൊതുവെയുള്ള ഒരു ഭൗതിക പ്രതിഭാസമാണ്. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ച ആളുകളുടെയൊക്കെ കഥകൾ ആത്മകഥയിൽ ചർവണം ചെയ്യുമല്ലോ. അപ്പൊ ആകെ പൊള്ളിയത് തുർക്കിയിലെ ഒരു കമാൽ പാഷയെ കണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ കോപ്പി ആവണമെന്ന് വിചാരിച്ചായിരിക്കും ആ പേരിട്ട ഒരു കേരള ജൂനിയർ പതിപ്പിനാണ് അത് ആകെ കൊണ്ടിട്ടുള്ളത്. ഏകദേശം ആ കമാൽ പാഷ ലോകത്ത് ദീനിലൊക്കെ നടപ്പിലാക്കിയ ആ പരിഷ്കരണം എന്ന് വെച്ചാൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശേഷമുള്ള പരിഷ്കരണം, അതിന്റെ ഒരു ജൂനിയർ പതിപ്പായിട്ട് ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും. AP ഉസ്താദിനെ ചേകനൂർ കേസിൽ പ്രതിയാക്കിയത് സംബന്ധമായിട്ടാണ് വിവാദമായിട്ടുള്ളത്. ആ കേസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് എന്ന് തോന്നാത്ത രീതിയിൽ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അതെനിക്കറിയില്ല, എനിക്കിതറിയില്ല, ഒക്കെ അങ്ങനെ പറയുന്നുണ്ട്, അതറിയില്ല. അദ്ദേഹത്തിന് ഒരു അധോലോകത്ത് താമസിക്കുന്ന ഒരാളെ പോലെ ഈ രാജ്യത്ത് പ്രചാരമുള്ള, രാജ്യത്ത് മുമ്പിലുള്ള ആരെയും അദ്ദേഹത്തിന് അറിയാത്ത പോലെ, കാന്തപുരത്തിന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞാല് അത് ലോകം സമ്മതിക്കും തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഒരു അധോലോകത്ത് വസിക്കേണ്ടി വരും. കാന്തപുരം ഇവിടെ ഒരു 19 വർഷത്തോളം പൊതുജനങ്ങൾക്കും മധ്യത്തിലാണുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാത്തവരില്ല. കേരളത്തിലുള്ള സുന്നികൾ 2 വിഭാഗമാണ്. അതിൽപ്പെട്ട എല്ലാവരും രണ്ടാലൊരു ഗ്രൂപ്പിന്റെ അംഗങ്ങളാണ്. അങ്ങനത്തെ ഒരാളെ അറിയില്ല എന്ന് പറയുന്ന അദ്ദേഹം തനി കളവ് പറയണം ആ വിഷയത്തിൽ. ഇദ്ദേഹത്തെ, ഈ അറിയപ്പെട്ട വ്യക്തിയെ അത്ര പ്രസക്തനല്ല എന്ന് വെറ്റി തീർത്താനും അദ്ദേഹത്തിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി പറയുകയാണ്. ഏതായാലും ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആ കേസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചാനലിൽ നടത്തിയതായ അഭിമുഖത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ് അതിലുള്ളത്. ഏതൊരാളെയും തോന്നുന്ന മാതിരി പ്രതിയാക്കാം എന്നാണ് അദ്ദേഹം ഭരണഘടനാ വിദഗ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്. പാഷ സ്പെഷ്യൽ ജഡ്ജി CBI ആയിരുന്ന അന്ന ആള് ഗൂഢാലോചന നടത്തി, ഞാൻ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ പ്രതിയാക്കിയെന്നാണ് അത് എഴുതി വെച്ചേക്കുന്നത്. ഈ ഗൂഢാലോചനക്കാരനെ ഉണ്ടല്ലോ, വളരെ ആദ്യം എനിക്ക് അന്ന് എനിക്ക് എന്നെ ഇത്രയും എൻ്റെ ഇട്ട് ഓടിച്ചെനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. ആ കേസിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ ഞാൻ പ്രതിയാക്കിയത് ശരിയാണ്, അതിന് ഏത് മോനായാലും ഞാൻ പ്രതിയാക്കും. പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് അവർ ആദ്യം മുതൽ അവസാനം വരെയും അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അത് മുഴുവൻ ആ ചീഫ് എക്സാമിനേഷന് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ തെളിവല്ല, കാരണം ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തെളിവൊന്നും അല്ലാതെ ഇത് ആരോപണമാണ്. തെളിവിൻ്റെ സ്റ്റേജ് വരുന്നതേ ഉള്ളൂ. പിന്നെ അദ്ദേഹം വന്ന് ഈ വിറ്റ്നസിനെ ക്രോസ് എക്സാമിൻ ചെയ്ത് അത് എന്തെങ്കിലും കഴിഞ്ഞ് മാത്രമേ വിശ്വാസ്യതയുള്ള തെളിവായിട്ട് മാറുള്ളത്, ഇല്ലാതെ തെളിവാകത്തില്ല. വെറും ആരോപണങ്ങൾ മാത്രം, അതേ ഉള്ളൂ. അങ്ങനെ ലോകത്ത് കേട്ടുകേൾവിയില്ല. കുറെ ആളുകൾ അങ്ങോട്ട് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അവൻ പ്രതിയാണ്, ആ പ്രതിയാക്കാം എന്ന ഒരു നിയമം എവിടെയും കേട്ടിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയുകയാണ് ഗൂഢാലോചന നടത്തി പ്രതിയാക്കി എന്നുള്ളത് ശരിയല്ല എന്ന്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ കാന്തപുരത്തിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ അദ്ദേഹം എത്ര പ്രതിയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പ്രതിയല്ലാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനത്തെ അലിഗേഷൻ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. കാന്തപുരത്തിനെ പ്രതിയാക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം അങ്ങനെ, അപ്പോൾ അദ്ദേഹം പ്രതിയാക്കാത്ത ഒരാളെ കുറിച്ച്
ഇങ്ങനെ ആരോപണം ആ സാക്ഷികളെല്ലാം പറഞ്ഞപ്പോൾ ഇദ്ദേഹം ശുഭിതനായി അവരോട് എന്നാ പറയുന്നത്. ഒരു ദിവസം പിറ്റേ ദിവസം അദ്ദേഹം 10ാം പ്രതിയാക്കുന്നു. അപ്പൊ എന്താണ്, ഗൂഢാലോചന ഇല്ലേ? ഗൂഢാലോചന ഇല്ല എന്ന് പറയുന്നതിന് വിരുദ്ധമാണ്. കാരണം അദ്ദേഹത്തിന് മുമ്പത്തെ ദിവസം ബോധ്യപ്പെട്ടിട്ടില്ല. ഒരാളെ കുറിച്ച് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാലും ശരി അദ്ദേഹം പ്രതിയാകുമെന്നുള്ളത് ലോകത്ത് ഒരു നിയമപുസ്തകവും പറയാത്തതാണ്. എതിരാളികൾക്ക് എന്തൊക്കെ പറയാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് പറയുന്നതിനനുസരിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കേസ് എടുക്കുകയാണെങ്കിൽ, നേരെ മറിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ എന്നും അതിന് തന്നെ പണിയുണ്ടാവുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഉന്നയിക്കുന്ന ആ വാദങ്ങൾക്ക് എന്തെങ്കിലും ഒരു രേഖയോ തെളിവോ ഉണ്ടോ? ഇല്ല എന്ന് അദ്ദേഹം തന്നെ അറിയുന്നുണ്ട്. യാതൊരു തെളിവുമില്ല, ആരോപണമേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ തെളിവല്ല, കാരണം ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തെളിവൊന്നും അല്ലാതെ ഇത് ആരോപണം. അപ്പൊ ആരോപണമുള്ള ഒരാളെ മുമ്പത്തെ ദിവസം തെളിവില്ലാത്തതിന്റെ പേരിൽ പ്രതിയാക്കുന്നതിനെതിരെ രൂക്ഷമായി അദ്ദേഹം അവരോട് പ്രതികരിച്ചെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം 10ാം പ്രതിയാക്കുന്നു. ഇത് ഗൂഢാലോചനയല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഭാഷാ പ്രയോഗമൊന്നും അറിയില്ലെങ്കിൽ അതെങ്കിലും ഒന്ന് പഠിക്കണമെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. ഇവർക്കൊക്കെ ഉള്ള അസുഖം വേറെയാണ്, നമുക്കറിയാം. ഇവരുടെ ഭൗതിക മണ്ഡലത്തിൽ കുറെ അധോലോക നായകന്മാരെ പോലെ ഇവർ മാത്രം ജനങ്ങൾക്ക് മുമ്പിൽ വലിയവരായി വിലസണം. പണ്ഡിതന്മാരും അതുപോലെ ദീനിന്റെ ആളുകളൊന്നും ലോകത്തൊന്നുമല്ല, അവരെ അറിയപ്പെടാൻ പാടില്ല, അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകാൻ പാടില്ല. ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളും കണ്ടിട്ട് എ പി ഉസ്താദിനെ ഉദ്ദേശിച്ചിട്ട് പറയുന്നത്, രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള മതപണ്ഡിതന്മാരൊക്കെ നീങ്ങുന്നത് ജനാധിപത്യത്തിനെതിരാണ് എന്ന് പറയുന്ന ഇദ്ദേഹം ജനാധിപത്യം പഠിപ്പിക്കുന്ന ആളാണ്. അതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഇവർക്കൊക്കെ ഉള്ള അസുഖമാണ്. ഭൗതികന്മാര് ഈ എല്ലാം പിടിച്ചടക്കണം, പണ്ഡിതന്മാർക്ക് ഒരു സ്ഥാനവും നൽകരുത് എന്ന് പറയുന്ന ഈ കമാൽ പാഷയെ പോലുള്ള തുർക്കിയിലെ അതേ പരിഷ്കരണത്തിന്റെ ജൂനിയർ ആയിക്കൊണ്ട് അരങ്ങേറാനാണ് ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആമുഖമായിട്ട്. അതിന്റെയൊക്കെ അസുഖത്തിന്റെ ഒക്കെ കിടപ്പ് വന്നത് അവിടെയാണ്. പിന്നെ പല ആളുകളും അവർക്ക് ഗൂഢാലോചനക്ക് തള്ളിക്കൊടുക്കുന്നുണ്ട്. അക്കാലത്തൊക്കെ പിന്നെ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിരുന്നല്ലോ പ്രധാന രാഷ്ട്രീയ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ അങ്ങനെ വലിയ കാതോരത്തെ എനിക്കറിയില്ല, എത്ര വലിയ ആളായാലും എനിക്ക് പ്രശ്നമല്ല, നിയമത്തിന് മുമ്പിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, വലിയൊരാളായാലും ചെറിയ ആളായാലും നീതി പുലർത്തണം എന്നാണ്. ഇങ്ങനെ ഇവരുടെ വിധികളൊക്കെ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സത്യമല്ല, ന്യായം എന്ന് തോന്നുന്ന വിധികളാണ് സത്യമായി വിധിച്ചാൽ തന്നെ ഉണ്ടാകുന്നത്. അപ്പൊ ഏകദേശം ഇദ്ദേഹം പറഞ്ഞു വന്നിട്ട് അദ്ദേഹത്തിന് കഥകളൊന്നും അറിയില്ല. അവസാനം ഇയാളെ കൊണ്ട് കാന്തപുരത്തിനെ ഈ പ്രതിയാക്കിയെന്ന് ഞാൻ ഒഴിവാക്കൂല, ഒഴിവാക്കാൻ വേണ്ടി കുറെ ആളുകൾ പല ശ്രമങ്ങളും നടത്തി, പക്ഷെ ഞാൻ അത് വിട്ടുകൊടുത്തില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല, ആരായാലും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം അദ്ദേഹത്തിന് ശല്യമായത്രേ. കാന്തപുരം ഒരു ശല്യമായി. അത് എന്റെ വിജയത്തിന് ബാധിക്കുമോ എന്ന പ്രശ്നമായി. കാന്തപുരത്തിന് തൊട്ടോരൊക്കെ പൊള്ളിയിട്ടുണ്ട് സാറേ. ഇന്ന് കാന്തപുരത്തിന്റെ കാൽക്കൽ വന്ന് കാല് പിടിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ പല പരിപാടികൾക്കും അദ്ദേഹത്തെ വിധേയമാക്കിയവരാണ്. ഇന്നൊക്കെ എല്ലാവരും ക്ഷമാപണം നടത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിലേക്ക് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അസുഖം. അപ്പോ അദ്ദേഹം നമ്മുടെ സ്ഥാപനങ്ങളെയും കാന്തപുരത്തിനെയൊക്കെ ചെറുതാക്കി കാണാൻ മർക്കസ് എന്തോ ഒരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞത്, അവിടെ മർക്കസ് കോഴിക്കോട് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള സംഘടനയുടെ ആന്നാ പറയുന്നത്. സംഘടനയാന്ന് ഇദ്ദേഹത്തിന്റെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. മർക്കസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ലോ കോളേജ് അടിവാരത്ത് നമ്മുടെ വയനാട്ടിൽ പോകുന്ന വഴിക്ക് ഭാഗത്ത് ഉണ്ട്. കേരളത്തിലൂടെ നടക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്ന നോളജ് സിറ്റിയെ കുറിച്ച് അറിയില്ല. അത് അടിവാരത്തോടൊരു ലോ കോളേജ്. ഇങ്ങനെ ഇത്തരം ആളുകൾക്കുള്ള അസുഖതാണ്. ഇവർക്ക് ഇവരുടേതായ വീട്ടിലും അവരുടെ ഓഫീസ് സ്ഥലത്തിലും ഒതുങ്ങി നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ അറിയുള്ളൂ, അല്ലെങ്കിൽ അവരിലേക്ക് അവരുടെ ശ്രദ്ധ ഉള്ളൂ. അവർക്ക് സമുദായത്തിന് സേവനം ചെയ്യണമെന്നോ സാമൂഹികമായിട്ടൊന്നില്ല. ഈ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവർ വാങ്ങുന്ന ജോലിക്കുള്ള ശമ്പളം വാങ്ങിയിട്ട് വീട്ടിൽ പോയി ഇരുന്ന് സുഖമായി കുടുംബജീവിതം നയിക്കണം, ആഡംബര ജീവിതം നയിക്കണം എന്നല്ലാതെ വേറെ ഒന്നും ഇവർക്ക് ലക്ഷ്യമല്ല. അങ്ങനത്തെ ആളുകൾക്ക് വേറെ ആരും അറിയില്ല. അവരെ പോലത്തെ കുറച്ച് ഭൗതികന്മാരെ അവർക്ക് അറിയാം. ഈ രീതിയിലാണ് ഇത്തരക്കാരൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ആരെയും പ്രതിയാക്കാം, ആരോപണം ഉണ്ടെങ്കിൽ പ്രതിയാക്കാം. ആ ആരോപണത്തിന്റെ പേരിൽ മാത്രം പ്രതിയാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ആ കേസ് തള്ളിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ആ തള്ളേണ്ടതില്ല, ഇപ്പൊ സുപ്രീം കോടതി തള്ളേണ്ടതല്ല അങ്ങനത്തെ കേസുകൾ എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞാണ് ന്യായീകരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു തെളിവില്ല. സാക്ഷികളെ വിസ്തരിച്ചപ്പോൾ എല്ലാവരും കാന്തപുരത്തിന്റെ പേര് പറയുന്നു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, തെളിവില്ല. അപ്പൊ പിറ്റേ ദിവസം അദ്ദേഹത്തിന് തെളിവ് കിട്ടി. ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ ആള് പിറ്റേ ദിവസം 10ാം പ്രതിയാക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പും വിവേചനവുമാണ്. ഒരു പണ്ഡിതനെ എങ്ങനെയെങ്കിലും
നിശബ്ദമാക്കാനും അദ്ദേഹത്തിനെതിരെ ഈ രാജ്യത്തെ നിയമങ്ങൾ ചുമത്താനുമുള്ള ഗൂഢാലോചനയുടെ ഏറ്റവും ഒന്നാമത്തെ ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ജഡ്ജും കേരളത്തിൽ കാന്തപുരത്തിനെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചതായി നമ്മുടെ അറിവിലില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് എന്നെ ലീഗർ ഇറക്കിയതൊന്നുമല്ല, ലീഗ് എനിക്കൊന്നും തന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കാന്തപുരം മുസ്ലിയാരുടെ പേര് ഗൂഢാലോചന നടത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഞാൻ ആരുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്താനാ? എന്നെ ഇനി ഗൂഢാലോചന നടത്തി എനിക്ക് ഇവരെ എന്തെങ്കിലും എടുത്ത് തരുമോ? എന്നെ അങ്ങ് ഇന്ത്യൻ പ്രസിഡന്റൊന്നും ആക്കത്തില്ലല്ലോ ഇവരാരും. അല്ല അത് മാത്രമല്ല, ഞാൻ ഇന്നും മുസ്ലിം ലീഗിൻ്റെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും വാങ്ങിക്കാൻ തയ്യാറും അല്ല എന്നൊക്കെ. അവസാനം ഇദ്ദേഹം പറഞ്ഞതാണ്, എന്ത് പറഞ്ഞാലും ഈ കേസ് മാറ്റാൻ വേണ്ടി കമാലിയ മെഡിക്കൽ കോളേജിന്റെ ഒരു കേസ്, അതിൽ ഞാൻ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി വന്നു. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എന്നെ ഈ കേസിൽ നിന്ന് മാറ്റണം, എന്റെ മുമ്പിൽ നിന്ന് ഈ കേസ് മാറ്റണം. ഞാൻ മാറ്റില്ല, ഞാൻ ആരായാലും മാറ്റില്ല, കാന്തപുരം എനിക്ക് ആരുമല്ല എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പിന്നെ അവസാനം പറയുന്നത്, എനിക്കിതൊരു ശല്യമായി, എനിക്കിത് മുന്നോട്ട് പോകുമ്പോൾ എന്റെ പ്രൊമോഷൻ ഇത് ബാധിക്കും, അതുകൊണ്ട് തന്നെ അവസാനമായി ഞാൻ ഡൽഹിയിലേക്ക് അത്തരം കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി എനിക്കെതിരെയുള്ളതായ അലിഗേഷനുകളൊക്കെ നീക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയിലേക്ക് 2 വട്ടം PFന്റെ ലോൺ എടുത്തുകൊണ്ട് വിമാനം കയറിപ്പോയി. ആ കാശ് കാന്തപുരം തരുമോ എന്നാ ചോദിക്കുന്നത്. കാന്തപുരത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേസ് ഉണ്ടാക്കിയ ആൾക്ക് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത് അദ്ദേഹത്തിന്റെ ഭാവിയെ ബാധിക്കും. അദ്ദേഹത്തിന്റെ ദുന്യാവിലെ ഭാവി മാത്രമല്ല, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളോട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ചെയ്താൽ അവനോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിന്റെ പ്രഖ്യാപനം ഭൗതിക ലോകത്തുനിന്നും തിരിയും, ആഖിറത്തിലും തിരിയും. ഭൗതിക ലോകത്തിൽ നിന്ന് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ പാടത്തിൽ നിന്നും വരമ്പിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ കിട്ടി. ഞാൻ കാന്തപുരത്തിന് മെയിൻ ചെയ്യില്ല, ആരെയാണ് ഞാൻ ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേസ് നീക്കൂല എന്നൊക്കെ പറഞ്ഞ ആൾ ഇതൊന്ന് ശല്യമായല്ലോ, ഈ കേസ് ഒന്ന് നീക്കി കിട്ടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇതിലുള്ള ആരോപണങ്ങളൊക്കെ ഒന്ന് ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ പ്രൊമോഷനൊക്കെ ഒന്ന് സുരക്ഷിതാക്കാൻ, അല്ലാതെ പിന്നെ മഹ്ശറിയിലെ ഹിസാബ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടല്ല, ദുന്യാവിലുള്ള അദ്ദേഹത്തിന്റെ ജോലിയുടെ വഴിയിലുള്ള പ്രൊമോഷന്റെ ആ പുരോഗതിയൊക്കെ ഒന്ന് ശരിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്തു, ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി. അതിന്റെ കാശ് കാന്തപുരം തരുമോന്നാ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള വിവരദോഷി നമ്മൾ വേറെ കണ്ടിട്ടില്ല. ഒരാൾക്കെതിരെ കേസുണ്ടാക്കി ആ കേസിൽ നിന്ന് ഇയാൾക്ക് ഉണ്ടായതായ മുറിവിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കേസിന്റെ ആധാരമായ ആള് അയാൾക്ക് ബസ് ചാർജ് കൊടുക്കണം, ഫ്ലൈറ്റ് ചാർജ് കൊടുക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമാണ്. ഇങ്ങനെയുള്ള ഷണ്ടത്വവാദമാണ്, ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യനൊക്കെ ഉന്നയിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കണം. ഇതിനൊക്കെ പുറമെ ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന ഒരാൾ ഒരു വസ്തുത ഉന്നയിക്കുമ്പോൾ എത്രമാത്രം സത്യസന്ധവും എത്രമാത്രം തെളിവുകളും ഉള്ളതായിരിക്കണം. അദ്ദേഹം പച്ചക്കളവ് വിളിച്ചു പറയുന്നു. സാക്ഷികളെ വിസ്തരിച്ചപ്പോൾ എല്ലാവരും കാന്തപുരം ആണ് പ്രതിയെന്നും കാന്തപുരമാണ് ചെയ്തത് എന്നും പറയുന്നു. അതിന് തെളിവായി അദ്ദേഹം പറയുന്നത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പലയിടത്തും പ്രസംഗിച്ചു, ഇദ്ദേഹത്തെ കൊന്നാൽ, ചേകനൂർ മൗലവിനെ വധിച്ചാൽ ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടും, അതുകൊണ്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഉള്ളത് എന്ന് ഒരു ജഡ്ജിയായിരുന്ന ആൾ ഏതോ വിവരദോഷികൾ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ പുലമ്പുന്നു. അദ്ദേഹം പ്രസംഗിച്ചെന്നാ പറയുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചെന്ന്, അതായത് ഇയാൾ ഇസ്ലാമിൻ്റെ, ചേകന്നൂർ മൗലവി ഇസ്ലാമിൻ്റെ വിരോധിയാണെന്നും അയാളെ കൊല്ലുന്നവർ ഷഹീദാകും എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയായിട്ട് മാറുമെന്നും, അവർക്ക് അങ്ങനെ രക്തസാക്ഷികൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് വെപ്പ് കേട്ടോ. അപ്പോൾ എന്ന് വിളിച്ചു പറയാറുണ്ടായിരുന്നു. ഇത് സാക്ഷികൾ അദ്ദേഹത്തോട് പറഞ്ഞ തെളിവുകളായിട്ടുള്ളതാണെങ്കിലും അത് അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഒരു ബുദ്ധിയുള്ള ആൾ, ഏതെങ്കിലും വിവരദോഷികൾ കേട്ടത് ഇങ്ങനെ പറയില്ല, ഒരു ജഡ്ജിയൊക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ ഇദ്ദേഹം ഇല്ലാത്തൊരു ആരോപണമാണ് AP ഉസ്താദിൻ്റെ പേര്. ലോകത്ത് ഇതുവരെ ആരും കേട്ടിട്ടില്ല. ചേകനൂരിനെ കൊന്നാൽ ആ കൊന്ന ആൾ ഷഹീദിൻ്റെ പ്രതിഫലം അർഹിക്കുന്നവനാണ് എന്ന് AP ഉസ്താദ് ഏതെങ്കിലും ഒരു വേദികളിൽ പറഞ്ഞതായിട്ട് വിളിച്ചു പറയുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തെ പോലെയുള്ള പക്വതയില്ലാത്തൊരു മനുഷ്യനാണ് കാന്തപുരം ഉസ്താദ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുണ്ടായ ധാരണയാണിത്. ഏത് കാര്യവും യുക്തിപരമായും സദസ്സിനനുസരിച്ചും ലോകത്തിന് ഉൾക്കൊള്ളുന്ന രീതിയിലും പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതനാണ് കാന്തപുരം. അത് പഠിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായില്ല. കാന്തപുരത്തിൻ്റെ ഈ വിളിച്ചു പറയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചേകനൂർ മൗലവിൻ്റെ വീട്ടിൽ ജീപ്പ് വന്നതെന്നും
ആ ജീപ്പുമായി കാന്തപുരത്തിന് ബന്ധമുണ്ട് എന്നും പച്ചക്കള്ളം വീണ്ടും ഈ ജഡ്ജി പോസ്റ്റിലിരുന്ന മനുഷ്യൻ പുലമ്പുന്നത് ഒന്നും കൂടി കേൾക്കുക. ആ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ഈ രണ്ട് പേര് വന്ന് ഇദ്ദേഹത്തിനെ ഈ ചെകന്നൂർ മൗലവി ഒരു ദിവസം വൈകുന്നേരം വിളിച്ച് ഏതോ ഒരു പ്രഭാഷണത്തിന് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയൊരു നമ്പർ ഇല്ലാത്ത രജിസ്റ്റർ ചെയ്തില്ലാത്ത ഒരു പുതിയ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. പിന്നെ ചെകന്നൂർ മൗലവിയെ കണ്ടിട്ടില്ല, അങ്ങനെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് അലിഗേഷൻ. അപ്പോൾ ഈ പിന്നെ എന്തായാലും ചെകന്നൂരിനെ പിന്നെ കണ്ടിട്ടില്ല, ചെകന്നൂർ പിന്നെ ഇല്ല. കാന്തപുരം ഉസ്താദിനെ പ്രതിയായി കിട്ടി ശിക്ഷിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനെ കൊന്നത് ആരാണെന്ന് തെളിയണമെന്ന് യാതൊരു താല്പര്യവുമില്ലാത്ത ചില സ്ത്രീകൾ അവർ കൊടുക്കുന്ന വിവരദോഷം അടിസ്ഥാനത്തിലുള്ള അവരുടെ ഈർഷ്യതക്കനുസരിച്ചുള്ള മൊഴികൾക്കനുസരിച്ച് ഇവർ കേട്ട് അത് തെളിവായി ഉദ്ധരിച്ച് കേസും മുന്നോട്ട് നീക്കിയെങ്കിലും ഹൈക്കോടതി തള്ളിയ ആ കേസും അതിൻ്റെ സാക്ഷികൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കെ ഇപ്പോഴും അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്, അതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാന്തപുരത്തിനെതിരെയും കുടുംബത്തിനെതിരെയും ഒക്കെ പുതിയ ആരോപണങ്ങൾ ഉണ്ടാക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അവതരണത്തിലെ ശ്രമം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് കേസൊക്കെ തെളിവില്ലാത്തതിൻ്റെ മേൽ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിന് വല്ല തെളിവും ഇനി ഉണ്ടോ എന്ന് പരിശോധിക്കൽ ഒരു ജഡ്ജി പോസ്റ്റിലിരുന്ന ആൾക്ക് നിർബന്ധമായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും ചിന്തിക്കണില്ല. എന്നാൽ ഇതിൻ്റെ വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ജീപ്പിനെ കുറിച്ച് പറഞ്ഞത് കാന്തപുരത്തിൻ്റെ മകൻ്റെ ഫാദർ ലോയുടെ ജീപ്പാണത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് തികച്ചും തെറ്റായൊരു പരാമർശമാണ്. കാരണം ചേകനൂർ മൗലവി തട്ടിക്കൊണ്ടുപോകപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആ സമയത്ത് AP അബൂബക്കർ മുസ്ലിയാരുടെ മകനിക്ക് ഏക മകനാണുള്ളത്. ആ മകനിക്ക് ഒരു ഫാദർ ലോ ഇല്ല. അത് കഴിഞ്ഞ് ഈ സംഭവത്തിൻ്റെ ഡേറ്റിൻ്റെ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വിവാഹിതനാകുന്നത്. അന്നു മുതലാണല്ലോ അദ്ദേഹത്തിന് ഫാദർ ലോ വരുന്നത്. അങ്ങനെയുള്ള ഫാദർ ലോക്ക് ചരിത്രത്തിൽ ഒരിക്കലും ഒരു ജീപ്പ് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും വഷളാക്കാൻ വേണ്ടിയാണ് ഇന്ന് പച്ചക്കള്ളം പുലമ്പുന്നത്. ഇത് പുലമ്പുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷണം നടത്തിയിട്ട് ഉറപ്പുവരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയായിരുന്നു. ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഒക്കെ അദ്ദേഹത്തിന് അറിയില്ല, കേട്ട് കേൾവിയാണ്, തെളിവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു തലക്ക് സുഖമില്ലാത്ത ആളുകൾ ഉന്നയിക്കുന്നത് പോലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും വരുന്നത്. ഈ അബൂബക്കർ മുസ്ലിയാരുടെ മകൻ്റെ ഫാദറില ആണെന്ന് അദ്ദേഹം ഇത് ഈ പ്രതിയായിരുന്നു ആ കേസിൽ ആണെന്നാണ് പറയുന്നത്. ആ ജീപ്പാണ് ഇതിന് ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു. ഇതേ ഉള്ളൂ. അപ്പം ഈ മൊഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പറയുമ്പോഴെല്ലാം അപ്പം ഞാൻ ഈ തെക്കൻ കേരളത്തിൽ നിന്ന് വന്ന ആളാണ്, അതായത് കേരളത്തിൻ്റെ അങ്ങേയറ്റം തെക്കേ അറ്റത്തു നിന്നാണ്. അങ്ങോട്ടൊന്നും ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ആർക്കും അറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ ആരാന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുമില്ല, ഒരു ബന്ധവുമില്ല, അവിടെ അങ്ങനെ വന്നിട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് അടുപ്പം വളരെ കുറവായിരുന്നു, അതുകൊണ്ടായിരിക്കാം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനെന്നേരം ഈ മൊഴി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് കുഴപ്പമാണ് കാണിക്കുന്നത്? ഇത് ഏത് പ്രതിയാണെന്ന് അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ A1 എന്ന് എനിക്ക് അല്ലെ A2 ആരാന്ന് എനിക്ക് എഴുതിയാൽ പോരെ, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആരാന്ന് എന്ന് പറഞ്ഞ് ഞാൻ പ്രോസിക്യൂട്ടർ അടുത്ത് സ്പെഷ്യൽ PP ആണ്, എനിക്ക് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, എന്ത് എന്നെ മെനക്കെടുത്താനായിട്ട് ഇങ്ങനെ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം? അതൊരു 10-20 പേജ് എഴുതി കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ ഇതങ്ങ് മടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കും പ്രതി, എന്നിട്ട് തന്നു എന്നെ അത് പ്രതിയല്ല പുള്ളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രതിയല്ലാത്ത ഒരാളെ കുറിച്ചാണോ ഇത് പറയുന്നത്? അവസാനം ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് പൊള്ളി. അദ്ദേഹത്തിനെതിരെ കമാലിയ മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം കയറിക്കൂടിയെന്നും അദ്ദേഹം മീറ്റിങ്ങിന് ചേർന്നു, മീറ്റിങ്ങിൽ പങ്കെടുത്തു, മിനിറ്റ്സിൽ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജരാഗം ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നത്. അത് പറയുന്ന ആള് തന്നെ ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടോന്ന് അറിയില്ല. ഒരു ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിന്റെ പേരിൽ കള്ള ഒപ്പിട്ടു എന്നങ്ങാണ്ട് അദ്ദേഹം അവിടെ റൂമിൽ ഇരിക്കാൻ പറ്റുമോ? വലിയ സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ. ആ കള്ള ഒപ്പിനെതിരെ അദ്ദേഹം കേസിന് പോണ്ടേ, അല്ലെങ്കിൽ ശിക്ഷിക്കണ്ടേ? അതിനൊന്നും മെനക്കെടില്ല. കാരണം ഉള്ളതാണ്, അദ്ദേഹം ഒപ്പിട്ടത് തന്നെയാണ് എന്നുള്ളതിൽ തെളിവ്. ഒരു ഔദ്യോഗിക ഏതെങ്കിലും ഒരു 4ാം കിടക്കാരനായ ആള് വ്യാജ ഒപ്പിട്ട് തന്നെ ഒന്നും നടക്കാനില്ല. സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ഒക്കെ ഉള്ള ജഡ്ജിന്റെ ഒപ്പ് കള്ളൊപ്പിട്ട് തന്നാൽ അത് വിറ്റേന്ന് തെളിയിക്കാൻ വേണ്ടി ഒപ്പം വരും. പൊതുവെ ജഡ്ജിമാർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ,
അവരെ ലോകത്ത് നടക്കുന്ന ഈ അധോലോകം പോലെയാണ് അവര് നടന്നു പോകുന്ന സമയത്ത് രണ്ടാൾ തല്ലുകൂടി ഒരാൾ മറ്റാളെ കൊന്നാലും അവർക്ക് അതൊന്നും അറിയില്ല. തെളിവ് വന്നാലേ അറിയുള്ളൂ. അവർ കണ്ടാലും അത് തെളിവല്ല, അത് സാക്ഷ്യമല്ല. അങ്ങനെ ലോകത്തോട് പുറംതിരിഞ്ഞുകൊണ്ട് പോകുന്ന ആളുകളാണ് ഇത്തരം ആളുകൾ. അങ്ങനത്തെ ആളുകളുടെ മുമ്പിൽ അവരെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്വന്തം തന്നെ കേസെടുക്കും. അങ്ങനത്തെ ആളുകളാണ്. അപ്പൊ ഈ കള്ള ഒപ്പിട്ടു എന്ന് പറയുന്ന അദ്ദേഹം അന്ന് തന്നെ ആ കള്ള് വ്യാജ ഒപ്പ് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ശ്രമിക്കാത്തത് തന്നെ അദ്ദേഹം പറയുന്നത് കളവാണ് എന്നതിന് ഒന്നാമത്തെ തെളിവാണ്. പിന്നെ ആ അദ്ദേഹത്തിനെതിരെ പരാതി തള്ളാൻ അദ്ദേഹത്തിന്റെ പ്രൊമോഷനെ ബാധിക്കാമായിരുന്ന ആ പ്രശ്നമായിരുന്നല്ലോ കമാലിയന്റെ പേരിലുള്ളതായ ആരോപണങ്ങളും അദ്ദേഹം അതിൽ പങ്കെടുത്തു എന്നുള്ളതും ഒക്കെ. അപ്പൊ അദ്ദേഹം അതിൽ മനസ്സിൽ ഇട്ട ഡേറ്റ് അത് ശരിയല്ല. അദ്ദേഹം ആ ഡേറ്റിന്റെ അന്ന് ഭോപ്പാലിലായിരുന്നു എന്നാണ്. ഇങ്ങനത്തെ കൃത്രിമം കളിക്കുന്ന ഒരു ജഡ്ജി സ്ഥാനത്തുള്ള ഒരാൾക്ക് കുറെ കൃത്രിമം കളിക്കാൻ പ്രാക്ടീസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അയാൾക്ക് ഒപ്പിടുന്ന സമയത്ത് 2-ാം തീയതിത്തെ ഡേറ്റ് 4-ാം തീയതി 6-ാം തീയതി ആക്കി ഇടുന്നതിന് ഒരു തടസ്സമില്ല. ഒപ്പും ഇതൊക്കെ ഇട്ടുകാണ്ടേ. അപ്പൊ ഇതൊക്കെ വ്യാജാണെങ്കിൽ ആദ്യം ഒപ്പ് വ്യാജാണെന്ന് തെളിയിക്കാനും ആരാണ് അത് അങ്ങനെ വ്യാജമായ ഒപ്പിട്ടതെന്ന് തെളിയിക്കാനുമാണ് ആദ്യം അദ്ദേഹം ആണത്തം കാണിക്കേണ്ടത്. അതൊന്നും ഇല്ലാതെ കുറെ വന്നുകൊണ്ട് ഇദ്ദേഹം ഗീർവാണം മുഴക്കിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പിന്നെ അദ്ദേഹം അതിൽ പറയുന്ന വലിയൊരു ആരോപണം, കേസ് വിസ്താരം തുടങ്ങിയപ്പോൾ എല്ലാവരും ഒന്നാം പ്രതി ഏതാണ് ആ മൗലവിയുടെ ഭാര്യ എന്ന് പറഞ്ഞ് ആ ഭാര്യയും എല്ലാവരും ഇങ്ങനെ കാന്തപുരത്തിന്റെ പേര് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹം അവര് പറഞ്ഞതാണെന്നറിയില്ല, ഇപ്പോൾ ഒരു കളവും കൂടെ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒന്നിരിക്കൽ അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ സാക്ഷികൾ പറഞ്ഞത്, അഥവാ കാന്തപുരായിരുന്നു ഈ ചേകനൂരുമായി ഭയങ്കര എതിർപ്പുണ്ടായിരുന്ന ആള്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ളത് കാന്തപുരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ശരിവെച്ചു. അതൊക്കെയാണ് ഇപ്പൊ അയാൾക്ക് പ്രതിയാക്കാനുള്ള വലിയ തെളിവുകളായി കിട്ടിയിട്ടുള്ളത്. പിന്നെ കാന്തപുരത്തിന് തെക്കോട്ട് തീരറിയില്ല, അദ്ദേഹം അങ്ങോട്ട് വരലില്ലാന്ന്. ഇദ്ദേഹം ഈ പറഞ്ഞ ഈ അധോലോകത്ത് ഒതുങ്ങിക്കൂടുന്നോണ്ടാണ് ജനങ്ങൾക്ക് മുമ്പിലും ആ സംസ്ഥാനത്തും തലസ്ഥാനത്തൊക്കെ ഉള്ള പൊതുജനങ്ങളോടൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ തിരിയും കാന്തപുരം ആരാന്നുള്ളത്. ഇദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സ്ഥലമായിരിക്കും. മറ്റു ആരോടോ ഒരു കടപ്പാടില്ലല്ലോ. സമൂഹത്തോടോ സമൂഹത്തിലെ പട്ടിണിപ്പാവങ്ങളോടോ അവരുടെ പ്രയാസങ്ങളോടോ അതിനുവേണ്ടി എന്തെങ്കിലും അധ്വാനിക്കുന്നതിലോ ഒന്നും ഒരു താല്പര്യമില്ലാത്തവരാണ് ഇത്തരം ഉദ്യോഗസ്ഥന്മാര്. അവര് വീട് വിട്ടാൽ ഓഫീസ് ഇങ്ങനെയുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ഇങ്ങനെയല്ലല്ലോ ഒരു കാര്യം നിരാകരിക്കേണ്ടത്. ഒരു ജഡ്ജി ഒരാളാവുമ്പോ അദ്ദേഹത്തിന് ഏകദേശമൊക്കെ ഒരു വിശാല വീക്ഷണം ഉണ്ടാവുന്ന നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ആ ഭാഗത്തേക്കൊന്നും കാന്തപുരത്ത് അറിയാൻ അറിയുന്ന ഒരു മേഖലയിലേക്കാൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് മുമ്പ് തന്നെ, ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ കാന്തപുരം തിരുവനന്തപുരത്തൊക്കെ പരിപാടിക്ക് പോകുന്ന ആളാണ്. അങ്ങനത്തെ ആള് അവിടെ വരാറുമില്ല, അവിടേക്ക് പോകാനുള്ള വണ്ടിക്കൂലി അദ്ദേഹത്തിനില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ ഇത്തരം ആളുകളുമായിട്ട് അദ്ദേഹത്തിന്, കാന്തപുരത്തിനെ പോലുള്ള ആളുകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല. അത് വളരെ നന്നായിട്ടുണ്ട്. ഇങ്ങനത്തെ അപകടകാരികൾ കാന്തപുരവുമായി ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിന് ഇമേജ് പോലും തകരും എന്നല്ലാതെ വേറൊന്നുമില്ല. ഇങ്ങനത്തെ പണ്ഡിതന്മാരായിട്ട് ചാരിയാൽ ചാരിയത് മടക്കുന്നതാണല്ലോ. നിങ്ങൾ ചാരിയത് അതുപോലത്തെ ചാണകത്തിനെയാണ്, അത് മടക്കുന്നുണ്ട്. ചാണകം നല്ലതെന്നാണല്ലോ നിങ്ങളുടെ പ്രസ്താവന. അപ്പൊ കാന്തപുരത്തെ പോലുള്ള ആളുകളോട് ബന്ധമില്ലാത്തത് തന്നെയാണ് നിങ്ങളുടെ അപകടം. നിങ്ങളുടെ ദുന്യാവ് ആഹ്റൊക്കെ രക്ഷപ്പെടുത്താനുള്ള മരുന്നുകൾ അവരെ പോലുള്ള ആളുകളുടെ പക്കലുണ്ട്. പക്ഷെ അതിലേക്കൊന്നും തിരിഞ്ഞടക്കൂല. നിങ്ങൾ ആ നിങ്ങളുടേതായ അധോലോകത്ത് മാത്രം വിലസും. അതാണ് ഇത്. അധോലോകത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കട്ടെ. നിങ്ങളുടേതായ ഒരു ലോകത്തിനെ കുറിച്ച് പറഞ്ഞാണ്. നിങ്ങൾ ജനങ്ങളായിട്ടൊന്നും ബന്ധമില്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ കാന്തപുരം അവിടെ ഇല്ല, അറിയില്ല, എനിക്കറിയില്ല എന്ന്. ലോകം ഒന്നും അറിയുന്ന കാന്തപുരത്തെ ഒരു ഭാഷക്ക് അറിയില്ലെങ്കിൽ അതിലൊന്നും നമുക്ക് പരാതി പറയാനില്ല. അപ്പൊ അങ്ങനെ പറയുന്നവർ അവരുടേതായ ഒരു ലോകത്താണ്. എന്നെ അധോലോക നായകനായി തന്നെയാണ്ട് പ്രശ്നമാക്കണ്ട. എല്ലാരെ കുറിച്ചും പ്രതികരിക്കുക, എല്ലാരെ കുറിച്ചും അഭിപ്രായം പറയാം. നിങ്ങൾ 100% സുരക്ഷിതനും പാപസുരക്ഷിതത്വം നേടിയ ആളും എല്ലാം തികഞ്ഞ ആളും വേറെ ആളുകളൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന അത് പ്രതികരിക്കാനായിട്ട് ഒരു ചാനലും പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ വിമർശനങ്ങളൊക്കെ വരും. അതൊക്കെ സ്വാഗതം ചെയ്യേണ്ടി വരും. അവിടെ സഹിഷ്ണുത കാണിക്കേണ്ടി വരും. അവിടെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടോ ചെയ്ത കുറ്റങ്ങൾക്ക് മറ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടോ കാര്യമില്ല. പിന്നെ അവസാനം പറയുന്നത് അദ്ദേഹത്തിന്റെ സർവീസ് സ്റ്റോറി എഴുതി കഴിഞ്ഞിട്ടുണ്ട്, അതിൽ ഈ കാര്യം ഒഴിവാക്കിയത് ഞാനെന്ന്. അത് ഇനി ഏതായാലും ഞാൻ എഴുതും, ഫുള്ളായി എഴുതുന്നു. ആ എഴുതിങ്ങിട്ട് വരട്ടെ. അത് എഴുതി വരുമ്പോൾ എന്താണ് കാന്തപുരം ഇതിന് പ്രതി ചേർത്ത് തെറ്റാണെന്ന് ഇപ്പോഴും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അവസാനം അന്ന് ചെയ്തു, പിന്നെ തള്ളിപ്പോയി. അദ്ദേഹം പ്രതിയല്ല, അദ്ദേഹം ചെയ്ത് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നിപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോ കാന്തപുരത്തിനെ കുറിച്ച് എന്താണ് എഴുതാനുള്ളത്? കുറച്ച് കള്ളത്തരങ്ങൾ ഇങ്ങനെ എഴുതി ചേർക്കും. ആയിക്കോട്ടെ, അത് ഇറങ്ങട്ടെ. അത് ഇറങ്ങുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാലോ. ഇനി നിങ്ങളെയും ഒരു നടക്ക് ചിലപ്പം വിട്ടിന്ന് വരൂല. കാരണം നിങ്ങൾക്ക് ആരെക്കുറിച്ചും ഇല്ലാത്ത ആരോപണങ്ങൾ എഴുതി ഉണ്ടാക്കാൻ പറയാ.
നിങ്ങളെക്കുറിച്ച് ഉള്ളത് തന്നെ ആർക്കും പറയാൻ പറ്റില്ല എന്നത് ഒരു ഇരട്ടത്താപ്പ് ഇവിടെ നടക്കൂലല്ലോ. അതെല്ലാവർക്കും നിയമം ബാധകമാണെങ്കിൽ അത് നിങ്ങൾക്കും നിയമം ബാധകമാണ്. നിങ്ങൾ മുമ്പ് ജഡ്ജിയായെന്ന് വിചാരിച്ചാണ്ട് ഇപ്പൊ സാധാരണ മനുഷ്യന്റെ മാതിരി തന്നെ നിങ്ങളുടെ നിലയും വിലയൊക്കെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇമ്മാക്കി കാട്ടിയിട്ട് ചെയ്ത കുറ്റങ്ങളും ചെയ്ത തെറ്റുകളും, നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെ സാധാരണ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റല്ല, ജനങ്ങളുടെ നികുതിപ്പണത്തിന്റെ വിഹിതത്തിൽ നിന്ന് ശമ്പളം വാങ്ങി ഒരു നിയമത്തിന്റെ കാവൽക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെളിവുമില്ലാതെ ഒരാളെ കുറെ ആളുകളാണ് പറഞ്ഞു എന്നതിന്റെ പേരിൽ പ്രതിയാക്കുകയാണ് ചെയ്തത്. ആ പ്രതിയാക്കിയത് ശരിയല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എന്നും ആ ഹൈക്കോടതിയുടെ വിധി അല്ല ശരിയാണെന്നാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഏതായാലും അങ്ങനത്തെ ഒരു കോടതി പറഞ്ഞ വിധിയാണ്. ഇപ്പൊ ശരിയായതുകൊണ്ട് അറിയില്ലല്ലോ. ആ വിധി നടക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത പണി ശരിയായില്ല എന്നാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത്. അവസാനം അദ്ദേഹം പറയുന്നത് കാന്തപുരം ഒരു തെറ്റും ചെയ്തില്ല എന്നാണ്. അങ്ങനത്തെ ആ കാന്തപുരത്തിനെ കുറിച്ചും കൂടി ഞാൻ സർവീസ് സ്റ്റോറിയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ മാറ്റിച്ച കേസായിരുന്നു, മറ്റു കേസുകളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പൊ കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരാളെ കുറിച്ച് എന്താ എഴുതാനുള്ളത്? ഞങ്ങൾ വായിക്കട്ടെ, ഇങ്ങോട്ട് ഇറങ്ങട്ടെ, നിങ്ങളെ പുസ്തകത്തിന് നമ്മളെ നല്ല സ്വീകാര്യത നൽകാം. അത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ ഇത്തരം ആളുകളോട് പറയാനുള്ളത്, പണ്ഡിതന്മാരുടെ ഉയർച്ചയിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് അള്ളാഹു ഉയർത്തിയതാണ്. അവരെ വകവരുത്താൻ വേണ്ടി ഈ ദുന്യാവിന് ശ്രമിച്ചവർക്ക് മരണത്തിന് മുമ്പ് തന്നെ അതിന്റെ ദുർഗതി അനുഭവിക്കും. നിങ്ങൾക്ക് ഒരുപാട് വേട്ടയാടലുകൾ ഉണ്ടല്ലോ, അതൊക്കെ അത് തന്നെയാണ് മനസ്സിലാക്കിയാൽ മതി. പണ്ഡിതന്മാരുടെ ഗുരുത്തക്കേട് അത് ജഡ്ജിയാണെങ്കിലും ബാധിക്കും, അതിനെക്കാട്ടും വലിയ ആളാണെങ്കിലും ബാധിക്കും. അത് ദുന്യാവിന് തന്നെ ബാധിക്കും. അതിന്റെ ബാക്കി ആഖിറത്തിൽ വിശ്വാസം എങ്ങനെ അവിടെ നിന്നും ഉണ്ടാവും. വിശ്വാസമല്ല, അവിടുന്ന് ഏതായാലും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ, അതുണ്ടാവും. അവ രണ്ട് ലോകത്തും നടക്കും. ഈ പണ്ഡിതന്മാരെ പോലുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, ഇഷ്ടദാസന്മാര് കുറിച്ച് തോന്നിയാസം പറഞ്ഞാൽ. ഇനി കാന്തപുരത്തിന് നിങ്ങൾ അറിയില്ലേ കാന്തപുരം ആരാണ് എന്ന്? കാന്തപുരത്തിന് തുല്യമായ ഒരാൾ ലോകത്തിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം പ്രതീക്ഷിക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് തിരിയാത്ത കാന്തപുരത്തിനെ മനസ്സിലാവുള്ളൂ. ഇത് പ്രതിയല്ലാത്ത ആളെ കുറിച്ചാണോ ഇത് പറയുന്നേ? ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ, ഇതെന്താ പ്രതിയാവാത്തത്? എന്താ പ്രതിയാക്കാഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. കാന്തപുരത്തിന്റെ വളർച്ചയിൽ അസൂയ പോണ്ട നിങ്ങളെപ്പോലത്തെ കുറെ ആളുകളുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഒരു സീറോ മൗലവി, അദ്ദേഹം ആജീവനാന്തം നിങ്ങളുടെ അതേ പതിപ്പ് തന്നെയാണ്. അതുപോലെ കൊല്ലത്തുണ്ടല്ലോ ഒരു യുക്തിവാദി, ഇസ്ലാം മതത്തിന്റെ വലിയ ആളാണെന്ന് പറയും. അവർക്ക് തെളിവൊന്നുമില്ല, അദ്ദേഹത്തിന് നീണ്ട നാക്ക് മാത്രമാണ് തെളിവ്. നിങ്ങളെ ഏകദേശം ചാനലൊക്കെ എപ്പോഴും പൊക്കിക്കൊണ്ടിരുന്ന ആളാണല്ലോ. ഇങ്ങനത്തെ കുറെ ആളുകൾ ഇവിടെ ഉണ്ട്, രാഷ്ട്രീയക്കാരിലുണ്ട്, മറ്റവരിലുണ്ട്. കാന്തപുരത്തിന്റെ ഉയർച്ചയിൽ അസൂയുള്ളവര്. അത് ഒരു രോഗമാണ്, പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതൊരു രോഗമാണ്, അത് മാറ്റാൻ കഴിയില്ല. അത് സ്വന്തം ചികിത്സിക്കുക എന്നല്ലാതെ വേറെ ഒരു പരിഹാരവും അതിന് ചെയ്യാനില്ല എന്നാണ് നിങ്ങളെപ്പോലുള്ള ആളുകളെ ഉണർത്താനുള്ളത്. അത് ഭൗതികന്മാരിലും വലിയ ഉദ്യോഗസ്ഥന്മാരിലും അതുപോലെ രാഷ്ട്രീയക്കാരിലൊക്കെ ഉണ്ട്. അവരൊക്കെ പലപ്പോഴും അത് ഉള്ളിലൂടെ ഇങ്ങനെ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ പുറത്ത് പ്രകടിപ്പിച്ചാൽ വിജയിക്കില്ല. കാരണം അദ്ദേഹം നടത്തുന്ന സേവനം ലോകം കാണുകയാണ്. അദ്ദേഹത്തെ പോലെ ചെയ്യുന്ന വേറെ ആളെ കാണുന്നില്ല അവര്. അപ്പൊ അവരുടെ മുമ്പിൽ പറഞ്ഞാൽ വിലപ്പോവില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ക്ഷമിച്ചു കഴിയാണ് അവര്. അന്തർധാരയിൽ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്. അതിലൊരു വിങ്ങിപ്പൊട്ടലിന്റെ ആളാണ് നിങ്ങളെന്ന് ഇപ്പൊ നിങ്ങൾ ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പ്രതിഷേധിക്കാൻ വേണ്ടി വന്നതില്ലെന്ന് മനസ്സിലായി. പുസ്തകം ഇറങ്ങിയാൽ പലർക്കും പൊള്ളും. അത് വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ കഥ പോലും സത്യസന്ധമായിരിക്കും. അത് സത്യസന്ധം തെളിയിക്കാൻ ഒരു തെളിവിന്റെ ആവശ്യം ഉണ്ടാവില്ല. എല്ലാവരോടും അന്വേഷിച്ചാലും കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇനിയും മാറ്റി ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒന്ന് നന്നാകാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. കാന്തപുരത്തിനെ തിരുത്താനോ അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കാനോ നിങ്ങൾ ആരും വരേണ്ടതില്ല. അത് ഇതുവരെ പണിപ്പെട്ട സീറോ മൗലവിയും അതുപോലെ ഒരു ഹൈന്ദവ നാമത്തിലുള്ള ഒരു കൊല്ലത്തുകാരനും അതുപോലെ പലരും ശ്രമിച്ചിട്ടും അത് നടക്കാത്ത കാര്യമാണ്. ചില സമയത്ത് അവർ പ്രശംസിക്കും ചെയ്യും. അത് പ്രശംസിക്കുന്നത് എന്തിനാണ്? അംഗീകാരം കിട്ടാനാണ്, സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനാണ്. പക്ഷെ അതൊന്നും നടക്കില്ല. അങ്ങനെ ഹിമായത്തുല്ലാഹി കൊണ്ട്, വിഖായത്തുല്ലാഹി കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആരെയും നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. ഭൗതികമായി പലപ്പോഴും നിങ്ങൾക്ക് അവരെ കൊടുക്കുവാനും അവരെ പ്രയാസപ്പെടുത്തുവാനും ഒക്കെ കഴിയും. പക്ഷെ അതുകൊണ്ട് പത്തര മാറ്റിൽ അവർ തിരിച്ചു വന്ന് ജനങ്ങളുടെ മുമ്പിലുള്ള വിശ്വാസ്യത കൂടിയതായ ചരിത്രമേ കാന്തപുരത്തിനും അതുപോലുള്ള ആളുകൾക്കും യൂസുഫ് നബി അലൈഹി ഇസ്ലാം വരെയുള്ള പ്രവാചകന്മാർക്ക് വരെ ഉള്ളത് എന്നത് നിങ്ങളൊന്ന് പഠിക്കണം, പുസ്തകം വായിക്കുന്ന ആളാണെങ്കിൽ എന്ന് ഉണർത്തുകയാണ്. ഇവിടെ വലിയ ആരോപണങ്ങളും വലിയ ജഡ്ജ്മെന്റുകളൊക്കെ നടത്തി നീതിക്ക് എതിരായ വിധികളൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയ ജഡ്ജിമാരൊക്കെ
അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന് ഈ പാഷയടക്കം ഇത്തരത്തിൽ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിന്നവരായ നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ നല്ലൊരു ഹിസാബ്, നല്ലൊരു ജഡ്ജ്മെന്റ് വരാനുണ്ട് എന്ന ഒരു ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വിശ്വസിക്കുന്നത് നന്നായിരിക്കും ഭാവി ജീവിതത്തിന് എന്ന് ഉണർത്തുകയാണ്.